അടുത്ത ടേം നോക്കിക്കേ, റേഡിയസ് ഓഫ് ഗ്രാഫ്. ഈ റേഡിയസും പിന്നെ നമ്മുടെ സെൻറ്ററും എസെൻട്രിസിറ്റി പിന്നെ ഡയമീറ്റർ ഒക്കെ ഇല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ എസെൻട്രിസിറ്റിയും സെൻറ്ററും റേഡിയസും ഡയമീറ്ററും ഒക്കെ ചോദിക്കും. അപ്പോൾ റേഡിയസ് എന്താണ്? എസെൻട്രിസിറ്റി ഓഫ് സെൻറ്റർ, അതായത് നമ്മുടെ ട്രീയിലെ സെൻറ്റർ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അത് തന്നെയായിരിക്കും ഇവിടെ റേഡിയസ് ആയിട്ട് വരുന്നത്. അടുത്ത ടേമാണ് ഡയമീറ്റർ ഓഫ് എ ഗ്രാഫ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ലോങ്ങസ്റ്റ് പാത്ത്. ഒരു ട്രീ തരുവാണെങ്കിൽ അതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് ഏതാണോ അതായിരിക്കും അതിൻ്റെ ഡയമീറ്റർ. പിന്നെ നമ്മുടെ ഈ ഡയമീറ്റർ വരുന്നത് എന്തിനായിരിക്കും? ലോങ്ങസ്റ്റ് പാത്ത് ഉള്ളതായിരിക്കില്ലേ. ഈ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ അതിൽ ലോങ്ങസ്റ്റ് പാത്ത് കാണാൻ ഏറ്റവും ചാൻസ് കൂടുതൽ ആർക്കായിരിക്കും? പെൻഡൻറ്റ് വെർട്ടക്സുകൾക്കൊക്കെ ആയിരിക്കും കേട്ടോ. പെൻഡൻറ്റ് വെർട്ടക്സ് നിങ്ങൾ നോക്കിയാൽ മതി, അതിനായിരിക്കും മാക്സിമം ഡയമീറ്റർ കാണാൻ ചാൻസ് കൂടുതൽ. പിന്നെ അതേപോലെ നമ്മൾ സർക്കിളിലെ ഡയമീറ്ററും റേഡിയസും പഠിച്ചിട്ടുണ്ടല്ലേ, അവിടെ എന്തായിരുന്നു? ഡയമീറ്ററിൻ്റെ പകുതി എടുത്താൽ നമുക്ക് റേഡിയസ് കിട്ടും. ഇവിടെ അങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ. ഇവിടെ ഒരിക്കലും ആ ഒരു കൺസെപ്റ്റ് ഇതിൽ കൊണ്ടിടരുത്. അപ്പം ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ 2 ക്വസ്റ്റ്യനിൽ നിന്ന് എന്താ കണ്ടുപിടിക്കാം? സെൻറ്ററും റേഡിയസും ഡയമീറ്ററും ഒക്കെ കണ്ടുപിടിക്കാം. ആദ്യം ഇതിൻ്റെ എസെൻട്രിസിറ്റി ഞാൻ മാർക്ക് ചെയ്യണ്ടേ. അപ്പം ഇതിൻ്റെ എത്രയായിരിക്കും? അതായത് ഈ ഒരു ഇതിൽ നിന്ന് പോകാനുള്ള ലോങ്ങസ്റ്റ് പാത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ നോക്കിക്കേ, ഇതിൻ്റെ 1 2 3. അപ്പം വേറെ ഏതെങ്കിലും പാത്തുണ്ടോ നോക്കിയേ? 1 2 3 ഇതിന് മാക്സിമം എസെൻട്രിസിറ്റി വരാൻ പറ്റുന്നുള്ളൂ അല്ലേ. അപ്പോൾ 3 ആണ് ഇവിടുത്തെ എസെൻട്രിസിറ്റി. ഇനി ഇത് നോക്കിയേ, ഇതൊരു പെൻഡൻറ്റ് വെർട്ടെക്സാണ്. ഇതിന് നോക്കിയേ 1 2 3 1 2 3. എനിക്ക് 3 ഇവിടെ മാക്സിമം പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ എസെൻട്രിസിറ്റി 3 ആണ്. ഈ പെൻഡൻറ്റ് വെർട്ടെക്സിൻ്റെയോ 1 2 3 4. എനിക്ക് 4 വന്നല്ലേ. ഇവിടുത്തതോ 1 2 3 4. പിന്നെ ഈ എസെൻട്രിസിറ്റി എഴുതുമ്പോൾ നിങ്ങൾ വെർട്ടക്സ് കൂട്ടി വെക്കരുത്. ഇതുപോലെ നോക്കിയാൽ 1 2 3 4 5 വെർട്ടക്സ് ഉണ്ട്. വെർട്ടക്സ് അല്ല നമ്മളിവിടെ കൂട്ടുന്നത്. എന്ത് നമ്മൾ നോക്കുന്നത്? ഈ പാത്ത് നോക്കണം. അത് 1 2 3 4 അങ്ങനെ വരണം കേട്ടോ, തെറ്റിക്കല്ലേ അത്. ഇനി ഇതിൻ്റെ എസെൻട്രിസിറ്റി എത്രയായിരിക്കും? ഇതും 3 ആയിരിക്കും അല്ലേ. 1 ഇതാണ്ട് ഇവിടെ നോക്കാം, 1 2 3. ഇതോ, ഇത് നമുക്ക് ഇപ്പം ഇവിടുന്ന് 1 കിട്ടി, ഇവിടെ 1 വരുന്നുള്ളൂ. ഇവിടെ 1 2 വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ 1 2. അപ്പോൾ ഇവിടുത്തെ എസെൻട്രിസിറ്റി മാക്സിമം എത്ര ആയിരിക്കും? 2 ആയിരിക്കും. ഇതിൻ്റെതോ 1 2 3 ആയിരിക്കും അല്ലേ. കണ്ടോ, പെൻഡൻറ്റ് വെർട്ടക്സിനെല്ലാം സെയിം എസെൻട്രിസിറ്റി വരണമെന്നില്ല. ഇവിടെയൊക്കെ കണ്ടോ 3 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് കണ്ടുപിടിക്കാം. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെൻറ്റർ തന്നെയായിരിക്കും റേഡിയസ് അല്ലേ. സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചെറിയ എസെൻട്രിസിറ്റി ഉള്ളതാണ് സെൻറ്റർ. ഇവിടെ ആരാണ്? താണ്ടി ഇതാണ് സെൻറ്റർ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് അതല്ലേ. അപ്പോൾ റേഡിയസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണല്ലേ. ഡയമീറ്ററോ? ഡയമീറ്റർ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് പാത്ത് അല്ലേ. ഇവിടെ ഏറ്റവും കൂടുതൽ എസെൻട്രിസിറ്റി ഉള്ളത് ഏതാ? 4 അല്ലേ. അപ്പോൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ നോക്കിക്കേ, ഡയമീറ്ററിൻ്റെ പകുതി റേഡിയസ് വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെയല്ല, അതല്ലാതെ വന്നതാണ്. ഒരിക്കലും ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കില്ല ഇവിടെ റേഡിയസ്. ഇങ്ങനെ വരാം, പക്ഷേ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ നോക്കരുത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ സെൻറ്ററിൻ്റെ പേര് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഇത് V1, ഇതിൻ്റെ V2, ഇത് V3, ഇങ്ങനെ ഞാൻ പേര് കൊടുക്കണം കേട്ടോ. ഞാൻ പേര് കൊടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ വരുവാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ V2 എന്നല്ലേ എടുത്തേക്കുന്നത്. ഇതിൻ്റെ സെൻറ്റർ എന്തായിരിക്കും? സെൻറ്റർ എന്ന് പറയുന്നത് V2 ആയിരിക്കും. ഇനി ഇതേ ഈ ഫിഗർ നോക്കുക, ഇതിൽ നിന്ന് നമുക്കതെല്ലാം കണ്ടുപിടിക്കാം. അത് ഞാൻ എസെൻട്രിസിറ്റി മാർക്ക് ചെയ്യണമല്ലോ. അപ്പോൾ V1ൻ്റെ മാക്സിമം ഏതായിരിക്കും? 1 2 3 4 5 ആയിരിക്കും അല്ലേ. V2ൻ്റെയോ 1 2 3 4. V3ൻ്റെയോ ഇവിടെ നോക്കുവാണെങ്കിൽ 1 2 ഉള്ളൂ. ഇവിടെ 1 2 3 ഉണ്ട്. അപ്പോൾ V3യുടേത് 3 ആണ്. V4ൻ്റെതോ 1 2 3 ഉണ്ട്. ഇവിടെ 1 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 എടുക്കാം. പിന്നെ V5 വരുമ്പോഴോ 1 2 3 4 ആണല്ലേ. V6ൻ്റെതോ 1 2 3 4 5 ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ എസെൻട്രിസിറ്റി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? സെൻറ്റർ കണ്ടുപിടിക്കാം. ഇവിടെ ഏറ്റവും മിനിമം ഏതാണ്? 2 വാല്യൂസ് വരുന്നുണ്ടല്ലേ. ഏതൊക്കെയാണ്? V3യും വരുന്നുണ്ട്, V4ഉം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ സെൻറ്റർ ഈ V3യും V4ഉം ആയിരിക്കും. അപ്പോൾ സെൻറ്റർ ഈക്വൽ ടു ഏതൊക്കെയാണ്? V3 ഉണ്ട്, V4 ഉണ്ട്. ഇനി എൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഞാൻ 6 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണേ. റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും മിനിമം വാല്യൂ ഏതാണ്? 3 ആണ്. അപ്പോൾ എൻ്റെ റേഡിയസ് 3. ഇനി എൻ്റെ ഡയമീറ്റർ എന്ന് പറയുമ്പം ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് ഏതാണെന്ന് നോക്കുക. ഇവിടെ ഏറ്റവും വലിയ വാല്യൂ വന്നിരിക്കുന്നത് 5 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ 5 ആണ്. ഇവിടെ നോക്കിക്കേ, 5ൻ്റെ പകുതിയാണോ റേഡിയസ്? അല്ലല്ലേ. അപ്പം ഡയമീറ്റർ 5 കിട്ടി, റേഡിയസ് 3 കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു ട്രീ വരയ്ക്കാൻ പറഞ്ഞേക്കുക. അതിനൊരു ഇത് അവർ പറയുന്നുണ്ട്, അതിന് റേഡിയസും ഡയമീറ്ററും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഒരു ട്രീ ഞാൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതാണ്ടേ
ഞാൻ ഇത് V1 എന്ന് പേര് കൊടുത്തു, ഇത് V2 എന്ന് പേര് കൊടുത്തു. ഇതിൻ്റെ എസെൻട്രിസിറ്റി 1 ആയിരിക്കും, ഇതിൻ്റെ എസെൻട്രിസിറ്റി 1 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഇതിൽ മിനിമം 1 അല്ലേ. ഇതിൻ്റെ ഡയമീറ്ററോ? ഇതിൻ്റെ മാക്സിമം 1 തന്നെ. അപ്പോൾ റേഡിയസും 1 കിട്ടി, ഡയമീറ്റർ 1 കിട്ടി. അതല്ലേ, ഈക്വൽ റേഡിയസ് ആയിരിക്കണം, ഈക്വൽ ഡയമീറ്റർ ആയിരിക്കണം. കിട്ടിയില്ലേ? അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്തായിരിക്കും? സെൻറ്റർ V1 ഉം V2 വരുമല്ലേ, കാരണം ഒരു മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അടുത്തൊരു ടേമാണ് റൂട്ടഡ് ട്രീ. നമ്മൾ ട്രീ എന്തായിരുന്നു എന്ന് പഠിച്ചു. ഇനി വേറൊരു ടേമാണ് റൂട്ടഡ് ട്രീ. റൂട്ടഡ് ട്രീ എന്ന് പറയുമ്പോൾ എന്താണ്? മെയിനായിട്ട് ഒരാൾ കാണും. ഇപ്പോൾ നമ്മൾ കോളേജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ പ്രിൻസിപ്പൾ കാണും, അതിന് താഴെ HOD, പിന്നെ ബാക്കി ഫാക്കൽറ്റീസ്, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ അവിടുത്തെ മെയിൻ ആരായിരിക്കും? പ്രിൻസിപ്പൾ ആയിരിക്കും അല്ലേ. അതേപോലത്തെ ഒരു കൺസെപ്റ്റാണ്. ഒരു ട്രീ എടുക്കുമ്പോഴത്തേക്ക് അതിന് എന്ത് കാണും? ഒരു റൂട്ട് ഉണ്ടായിരിക്കും. ഒരു ഗ്രാഫ് നോക്കിക്കേ. ഈ ഒരു ഗ്രാഫിൽ ഇതിൻ്റെ റൂട്ട് എന്തായിരിക്കും? ഇതായിരിക്കും അല്ലേ, കാരണം ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ബ്രാഞ്ച്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയി, അവിടെ നിന്ന് ഇങ്ങനെ, ഇതല്ലേ റൂട്ട്. ഇതിൽ നല്ല സ്റ്റാർട്ടിങ് വന്നേക്കുന്നത്, ഇതാണ് അവിടുത്തെ മെയിൻ അല്ലേ. ഇനി ഇങ്ങനൊരു ഗ്രാഫ് വരുമോ? ഇങ്ങനൊരു ഗ്രാഫാണെങ്കിൽ ഇതിൻ്റെ റൂട്ട് ആരായിരിക്കും? ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ, കാരണം ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒരേപോലെ പോകുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെയല്ലേ. അപ്പോൾ ഇതായിരിക്കും റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ടേം നോക്കിക്കേ, ബ്രാഞ്ച് എന്തുവാണെന്ന്. ഈ റൂട്ടഡ് ട്രീകളിൽ ഈ കാണുന്ന എഡ്ജസ് ഉണ്ടല്ലോ, ഈ എഡ്ജുകളെയാണ് എന്ത് പറയുന്നത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇതൊരു ഗ്രാഫാണ്. ഓരോ ലെവൽ ഞാൻ മാർക്ക് ചെയ്ത് L0, ഇത് L1, ഇത് L2, ഇത് L3. അപ്പം ഈ റൂട്ടീന്ന് ഇപ്പോൾ എനിക്ക് ഈ വെർട്ടക്സ് വരെയുള്ള ദൂരം, അതാണ് ഡെപ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റൂട്ടീന്ന്, ഇതാണല്ലോ എൻ്റെ റൂട്ട് വിടുത്തായി, അപ്പോൾ ഈ റൂട്ടീന്ന് അല്ലെങ്കിൽ ഈ വെർട്ടക്സ് വരെയുള്ള ആ ഡിസ്റ്റൻസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെപ്ത് എന്ന് പറയുന്നത്. ലെവലും എന്താണ്? സെയിം സാധനം തന്നെയാണ്. അതായത് ആ റൂട്ടീന്ന് അടുത്ത ഏതാണോ വെർട്ടക്സ്, ആ വെർട്ടക്സ് വരെയുള്ള ഡിസ്റ്റൻസ്. പിന്നെ ലീഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. പെൻഡൻറ്റ് വെർട്ടക്സുകളെയാണ് എന്തെന്ന് പറയുന്നത്? ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ, ഇതിൽ പെൻഡൻറ്റ് വെർട്ടക്സ് ഏതാ? ഇതൊരു പെൻഡൻറ്റ് വെർട്ടക്സ് അല്ലേ, ഇതൊരു പെൻഡൻറ്റ് വെർട്ടക്സാ, ഇത് പെൻഡൻ്റാണ്, ഇത് പെൻഡൻ്റാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അവിടുത്തെ ലീഫാണ്. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിൻ്റെ മാക്സിമം പോസിബിൾ ലെവൽ. ഈ ഗ്രാഫ് നോക്കിക്കുക, ഈ ഗ്രാഫിൻ്റെ മാക്സിമം പോസിബിൾ ലെവൽ എന്ന് പറയുന്നത് L3 വരെയാണല്ലേ. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. അടുത്ത ടേം നോക്കിക്കേ, പാത്ത് ലെങ്ത് ഓഫ് എ റൂട്ടഡ് ട്രീ. പാത്ത് ലെങ്ത് ഓഫ് എ റൂട്ടഡ് ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെൻഡൻറ്റ് വെർട്ടക്സുകളില്ലേ, അതിൻ്റെയൊക്കെ ലെവൽസിൻ്റെ സം എടുത്താൽ മതി, നമുക്ക് പാത്ത് ലെങ്ത് കിട്ടും. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പെൻഡൻറ്റ് വെർട്ടക്സിൻ്റെയൊക്കെ ലെവൽ എടുക്കാം. ഇതാണ് എൻ്റെ റൂട്ട് അല്ലേ, അപ്പം ഇതിൻ്റെ ലെവൽ എത്ര ആയിരിക്കും? 1, 2 ആയിരിക്കും. ഇതിൻ്റെ ലെവലോ 1, 2, 3 ആയിരിക്കും. ഇത് L2, ഇത് L3. ഇതിൻ്റെ ലെവലോ 1, 2, 3, 4 ആയിരിക്കും. L4 ആണ്. ഇതോ 1, 2, 3, 4 L4 ആണ്. ഇതിൻ്റെ ലെവലോ 1, 2, 3, 4 ഇതും L4 ആണ്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി, എനിക്ക് ടോട്ടൽ ലെങ്ത് കിട്ടട്ടെ. ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? 2 + 3 + 4 + 4 + 4. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 17 ആയിരിക്കും. വെയ്റ്റഡ് പാത്ത് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ലെവൽ ഇൻറ്റു വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, WI × LI. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ഈ ഗ്രാഫിൻ്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കണം? ഞാൻ ലെവൽ കണ്ടുപിടിക്കണ്ടേ. അപ്പം ഇതാണ് എൻ്റെ ഇവിടുത്തെ റൂട്ട് അല്ലേ. അപ്പോൾ ഈ റൂട്ടിൽ നിന്ന് ഇവിടുത്തെ ലെവൽ എത്ര ആയിരിക്കും? ഇത് ലെവൽ 1 ആയിരിക്കും. ഇത് ലെവൽ 2 നിൽക്കുകയാണ്. 1, 2 അല്ലേ. ഓക്കെ, ഇത് ലെവൽ ഇവിടെ ഒരു വെർട്ടക്സ് ഉണ്ട്, സോറി. അപ്പോൾ ഇത് നിൽക്കുന്നത് എന്താണ്? ഇത് ലെവൽ 2 1, 2, 3 ആണല്ലേ, L3 നിൽക്കുന്നത്. ഇതോ 1, 2, 3, 4 ഇത് L4 ആണ്. അപ്പം ഇതിൻ്റെ ലെവലെ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? വെയിറ്റ് ചെയ്താൽ മതി. ലെവൽ എത്രയാണ്? ലെവൽ 1 ആണ്. ഇൻറ്റു എത്രയാണ്? 0.5 പ്ലസ് ലെവൽ 2 ആണ്. അപ്പോൾ 2 × 3 പ്ലസ് ഇവിടുത്തെ ലെവലോ ഇതും 2 ആണല്ലേ. 2 × 2 കൊടുക്കാം. അപ്പം 2 × 2 പ്ലസ് ഇവിടുത്തെ ലെവൽ 3 ആണ്. അപ്പോൾ 3 × 1 അല്ലേ, പ്ലസ് പിന്നെ എന്താണുള്ളത്? 4 × 0.5 അല്ലേ, 4 × 0.5. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര കിട്ടും? 15.5 കിട്ടും അല്ലേ. ഇതാണ് ഈ റൂട്ടഡ് ട്രീയുടെ എന്ത്? വെയ്റ്റഡ് പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്.
പിന്നെ വെയ്റ്റഡ് പാത്ത് ലെങ്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ പാത്ത് ലെങ്തിൻ്റെ വെയിറ്റ് ആണ്. പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു? പെൻഡന്റ് വെർട്ടക്സുകളുടെ ലെവലല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ പെൻഡന്റ് വെർട്ടക്സുകളുടെ വെയിറ്റ് എടുക്കാവൂ, ഈ അകത്ത് കിടക്കുന്ന വെർട്ടക്സ് ഒന്നും കൂട്ടല്ല കേട്ടോ.